അയാൾ ഓവർ സ്പീഡ് കാരണമല്ലേ ഇവർ രണ്ടുപേരും മരിച്ചത്. ഈ ഓവർ സ്പീഡ് കൊണ്ട് മാത്രമാണ് അയാളെ കുറ്റപ്പെടുത്തി പറയാത്തത്. ഡ്രൈവറെ ഇതിൽ പറഞ്ഞില്ലല്ലോ, പറയണ്ടേ? അവർ ഓവർ സ്പീഡ് കൊണ്ടല്ലേ ഭർത്താവ് കൊച്ചു മരിച്ചത്. അവർക്ക് ഒരു റോളില്ല, ഞാൻ സമ്മതിക്കുന്നു, വേണ്ട. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യം പറയും? മനോരമയിലെ ആൾക്കാർ വളരെ വിദഗ്ധമായിട്ടാണ്. നേരത്തെ ഒരു 2 ആഴ്ച മുമ്പാണ് വിളിച്ചത്. അതിനുശേഷം പിന്നെ 20-ാം തീയതി വിളിച്ചിരുന്നു. 20-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കേസ് തോറ്റുപോകും. നമസ്കാരം. തെളിവുകളേറെയുണ്ടായിട്ടും ഇന്നും ബാലഭാസ്കരൻ്റെ മരണം ദുരൂഹമായി തന്നെ നിലകൊള്ളുന്നു. അത് വെറും ഒരു അപകട മരണമാണെന്ന് വ്യാജേന ന്യായീകരിക്കുകയാണ് പലരും ചെയ്യുന്നത്. അത് പലരുടെയും ആവശ്യമായിട്ട് മാറുന്നു. മാത്രവുമല്ല, മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധേയമാകുന്നു. കുറച്ച് മുന്നേ വന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സരിത എസ് നായർ. അവർ ഇന്ന് ബാലഭാസ്കരൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും നിങ്ങളുടെ കേസ് തോറ്റുപോകുമെന്ന് വാണിംഗ് കൊടുക്കുന്ന തരത്തിലേക്ക് സംസാരിക്കുകയും ചെയ്തു. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നേരത്തെ ഒരു 2 ആഴ്ച മുമ്പാണ് വിളിച്ചത്. അതിനുശേഷം പിന്നെ 20-ാം തീയതി വിളിച്ചിരുന്നു. 20-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കേസ് തോറ്റുപോകും. അപ്പോൾ അതിന് നമുക്ക് സുപ്രീം കോടതിയിൽ എൻ്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അങ്ങനെ ഒരു അപേക്ഷയൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിന് കൊടുക്കാം. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ കട്ട് ചെയ്തു. ഈ 3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഇതേ ആവശ്യം തന്നെയായിരുന്നു പറഞ്ഞത്? ഇല്ലില്ല, ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞത് വക്കീലിൻ്റെ നമ്പർ, കേസ് നമ്പർ, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഏത് കോടതി എന്നൊക്കെയാണ്, എന്നാണ് ഇനി കേസ്, അതൊക്കെയാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമാണത് ഈ തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ സഹായിക്കാം. അവരൊരു വക്കീലുണ്ട്, സുപ്രീം കോടതി വക്കീലാണ്. അവരെ കൊണ്ട് അപേക്ഷ എഴുതി ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിന് കൊടുക്കണം. അപ്പം നമ്മൾ 76 കൊല്ലം ജീവിച്ച ആളാണ്. 42 കൊല്ലം ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നാണ് ഈ ലീഗൽ കാര്യങ്ങളും കുറേയൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഇതിനകത്ത് വരുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം, തോറ്റു പോകുന്നൊക്കെ ഇങ്ങനെ പറയണത് എന്തിനാണ്? എന്നാൽ നമ്മുടെ വക്കീൽ, എൻ്റെ വക്കീലുണ്ട് കർത്താവെന്നും, അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു അതൊക്കെ ചുമ്മാ പറയണം, അതിലൊന്നും കാര്യം ഞങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട. ഇങ്ങനെ ഒരു കേസിൽ സരിത എസ് നായർ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അതിൽ ഇടപെടാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചില ദുരൂഹതകൾ കൂടി ബാക്കി വയ്ക്കുന്നു. കാരണം നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷ്, ഇവരുടെ കേസിലും സരിത എസ് നായർ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ ആളുകൾ സംശയിക്കുന്ന, മറ്റുള്ളവർ പറയുന്ന പോലെ സ്വർണ്ണക്കടത്തുമായി സംശയിക്കുന്നതിൽ ശരി ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്ന തരത്തിലേക്കാണ് പോകുന്നത്. കൂടാതെ ഈ ആക്സിഡൻറ്റ് സമയത്ത് അവരുടെ വണ്ടിയിൽ സ്വർണമുണ്ടായിരുന്നു എന്ന്, 80 പവനോളം സ്വർണമുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നവർ എന്തിനാണ് ഇത്രയും സ്വർണം കയ്യിൽ കരുതിയത് എന്നുള്ളതും ഒരു സംശയമാണ്. ഇതൊന്നും തന്നെ ബാലഭാസ്കറിൻ്റെ വൈഫ് ലക്ഷ്മി ഇതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. കൂടാതെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന അർജുനെയും തമ്പിയെയും ഒക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ആശ്ചര്യകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ലക്ഷ്മിയെയും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. റിട്ടയർഡ് SP-യുടെ ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാട്ടോ. സാമാന്യ ബുദ്ധിയുള്ള ഒരു സ്ത്രീ പറയുന്ന രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. അത് ഏത് വിവരമില്ലാത്ത പഠിപ്പില്ലാത്ത ഒരാളായാലും ശരി, ഇത്രയും സ്പീഡിൽ പോകുന്ന വണ്ടി സ്പീഡിൽ പോകുന്നത് അത് തടയണം, ഒന്ന് തയ്യത്തില്ല. അതിനുശേഷം ബാലഭാസ്കറിന്റെ വാഹനത്തിൽ അവിടെ അടിച്ചത്, അത് മുൻവശവും പിൻവശവും പൊട്ടിച്ചെടുത്തിട്ടാണ്, ചില്ലടിച്ച് പൊട്ടിച്ചിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ. പക്ഷേ ഇവർക്ക് ഇഞ്ചുറി ഉണ്ടായ ശേഷം ഒരു കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ്, അതുവരെ ഓടിച്ചതിനെ പറ്റി ഇവർ പറയുന്നില്ല. അതിനുശേഷം ആണ് ഇത് ഓടിച്ചത് അപ്പു എന്ന് പറയുന്ന അവനാണെന്ന്. കാരണം അവന്റെ 2 കാലും ഒടിഞ്ഞു പോയി. അത് ഡ്രൈവിംഗ് സീറ്റിൽ കിടന്ന ആളാണിത്. പക്ഷെ അതിനകത്ത് പോലീസ് വളരെ ഡീപ്പായിട്ട് CBI പോലും പോയിട്ടില്ല. ഞാനുള്ള ശ്രമത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. അത് റോബറി ഡക്കോയിറ്റിയുടെ ഭാഗം തന്നെയായിട്ടാണ് ഞാൻ പറയുന്നത്. അത് മർഡറാണ്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയില്ല? എന്തുകൊണ്ട് ആ ഡ്രൈവറെ കുറ്റപ്പെടുത്തുന്നില്ല? അയാൾ ഓവർ സ്പീഡ് കാരണമല്ലേ ഇവർ രണ്ടുപേരും മരിച്ചത്. സാമാന്യ ബോധമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ അവര് മറ്റൊരുത്തിന്റെ ചുമ്മാ ആരോടും പറയുന്ന സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്. പക്ഷേ ഈ ഓവർ സ്പീഡ് കൊണ്ട് മാത്രമാണ് അയാളെ കുറ്റപ്പെടുത്തി പറയാത്തത്. ഡ്രൈവറെ ഇതിൽ പറഞ്ഞില്ലല്ലോ, പറയണ്ടേ? അവർ ഓവർ സ്പീഡ് കൊണ്ടല്ലേ ഭർത്താവ് കൊച്ചു മരിച്ചത്. അവർക്ക് ഒരു റോളില്ല, ഞാൻ സമ്മതിക്കുന്നു, വേണ്ട. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യം പറയും? സാധാരണഗതിയിൽ ആശുപത്രി പോയി ചികിത്സിച്ചാൽ എന്തെങ്കിലും ഇത് പറ്റിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെ സ്ഥിരം കുറ്റപ്പെടുത്തുന്ന നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? എല്ലായിടത്തും അങ്ങനെയാണ്. എന്തെങ്കിലും രീതിയിൽ പാവപ്പഴം മറ്റൊരു ചുമ്മാ മനസ്സിൽ തോന്നി അപ്പോഴെ പ്രതികരിക്കും മലയാളികൾ. ഇവിടെ അതില്ല. അവന്റെ കാരണമല്ലേ ഹസ്ബൻഡ് കൊച്ചു മരിച്ചത്. ആ ഓവർ സ്പീഡ് അവൻ വണ്ടി എവിടെ നിർത്താത്തത്? അവൻ ആ ഹോസ്പിറ്റലിൽ ഓടിക്കണം. ഏതെങ്കിലും കഴ മുന്നിൽ കൊണ്ടു ഓടിക്കുന്നില്ല എന്ന് പറയാത്തത്. ഓരേ ജീവൻ രക്ഷിക്കുന്ന അങ്ങനെയല്ലേ നമ്മള്. സോബി ജോർജ് പറയുന്നത് ഞാനിപ്പോ പറയുന്നില്ല, എനിക്ക് അത് ശരിയാണെന്ന് അറിയില്ല. പക്ഷേ അയാൾ പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വിശ്വാസത ഉണ്ട് എന്നത് വേറെ വശം. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം CBI അന്വേഷിച്ചതാണ്. വീണ്ടും പുതിയ ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹം മൂർച്ചയുള്ള ആരോപണവുമായി വീണ്ടും സോബി രംഗത്ത് വരുന്നു. ഇത് കേസിന് ഇങ്ങനെ ആൾക്കാർക്കിടയിൽ സംശയം സൃഷ്ടിക്കുക എന്നതിനപ്പുറം അന്വേഷണ സംഘത്തിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തിനാണ് ഈ അയാൾ അവിശ്വസിക്കുന്നത്? അയാൾ കുറ്റക്കാരനാക്കിയിട്ടാണല്ലോ ലോക്കൽ. അത് അതിനകത്ത് പോകുന്നതാണ്. ഒരു ക്രിമിനൽ ആയ ഒരാൾ സത്യം പറഞ്ഞ സത്യമായിട്ട് അംഗീകരിക്കല്ലേ നമ്മൾ? അത് അയാൾ ക്രിമിനൽ ആയിക്കോട്ടെ. അയാൾ പറഞ്ഞ കാര്യത്തിനകത്ത് ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ അപ്പുറത്തോട് നേരത്തെ എവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ട 3-4 കാറ് അയാള് പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി
പോരാൻ നേരത്തെ റോഡ് കശപിശ ഉണ്ടാക്കി 3-4 കാറും. ആ 3 കാറും അവിടെ കണ്ടെന്നാണ് പറയുന്നത്. ആ കാറ് പിന്നീട് കൊടകരയിലെ ചേസ് ചെയ്ത് സ്വർണ്ണം തട്ടുന്ന ഗ്യാങ് താമസിച്ച വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ആ കണ്ടെടുത്ത് പാലക്കാട് സൗത്തും നോർത്തിലെ സബ് ഇൻസ്പെക്ടർ അവിടെ പിടിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലും ചെലവും കൊടുത്ത് ഒരു 2 നില വീട് എടുത്തിട്ട് 10-20 വാഹനങ്ങൾ വാടകയ്ക്ക് അവിടെ ഇട്ട് സ്വർണ്ണം പൊട്ടിക്കാൻ നടന്ന ഗ്യാങ്ങിലുള്ള അതിനകത്തുൾപ്പെട്ട കാറാണ്. ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സോബി എന്ന് പറയുന്നൊരു കലാകാരൻ, കോമഡി സ്റ്റാർ, അദ്ദേഹം ആ സമയത്ത് പല കാഴ്ചകളും കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാളുടെ മൊഴി പോലും തെറ്റാണെന്നും അത് വെറുതെ കെട്ടിപ്പടുത്തതാണെന്നും പറഞ്ഞ് ആ മൊഴിയെ പോലും മുഖവിലക്കെടുക്കുന്നില്ല. അയാൾ പറഞ്ഞത് സത്യമായിരുന്നു എന്നാണ് ഇപ്പോൾ റിട്ടയേർഡ് SP പറയുന്നത്. അയാൾ പറഞ്ഞിരുന്ന ആ കാറുകൾ ഇതുപോലെ സ്വർണം പൊട്ടിക്കൽ കേസിലെ ഉപയോഗിച്ചിരുന്ന മുഖ്യ വാഹനങ്ങളായിരുന്നുവെന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സോബി പറഞ്ഞത് സത്യമല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രതികളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.